ഇന്ന് നമ്മുടെ മലബാർ അടുക്കളയിൽ ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഓണിയൻ റിങ്സ് ആണ്. സാധാരണ നമ്മൾ ഈ ഓണിയൻ റിങ്സ് പുറത്തുനിന്ന് വാങ്ങി കഴിക്കാറാണ്. ഇതെങ്ങനെ ഫ്രഷ് ആയി വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഒരു വൈറ്റ് ഓണിയൻ ആണ് എടുത്തിരിക്കുന്നത്. ഇത് റൗണ്ടിൽ കുറച്ച് കട്ടിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി നമുക്കൊരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദയിൽ ഒരു 2 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച് അല്ലെങ്കിൽ കോൺഫ്ലവർ മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ അല്ലെങ്കിൽ മുളക് പൊടി ചേർത്താലും മതി, ഒരു 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ, വെളുത്തുള്ളി ചെറുതാക്കി നുറുക്കി അരിഞ്ഞ് ചേർത്താലും മതി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരൽപ്പം ക്ലബ് സോഡ ചേർക്കുന്നില്ലെങ്കിൽ ഒരു മുട്ടയും ഒരൽപ്പം പാലും ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുത്താൽ മതി. ഞാനിവിടെ സോഡയാണ് ചേർക്കുന്നത്. ഇനി ഒന്ന് നന്നായി യോജിപ്പിച്ചെടുക്കാം. നമുക്കൊരു 5 മിനിറ്റ് ഇത് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഓണിയൻ റിങ്സ് ഒന്നിട്ട് ഡിപ്പ് ചെയ്ത് നമുക്ക് ഈ ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്യാം. ഇത് ബ്രൗൺ ബ്രെഡ് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഓരോ റിങ്സായി തിക്ക് ബാറ്ററിലിട്ട് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മൾ ഓണിയൻ റിങ്സ് ഇവിടെ ബ്രെഡിൽ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി ഓരോന്നോരോന്ന് എടുത്ത് ഇതിലിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ എല്ലാ ക്രിസ്പി ഫ്രൈഡ് ഓണിയൻ റിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ടൊമാറ്റോ സോസിന്റെ മയോണൈസിന്റെ കൂടെ സെർവ് ചെയ്യാം. ഇത് നല്ല ക്രിസ്പിയാണ്. അപ്പോൾ ഇനിയും പുതിയ ഡിഷുമായി വീണ്ടും കാണാം. ബൈ.